ട്രെന്റ് ബോൾട്ടിന്ന് മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. രാജസ്ഥാൻ ആദ്യ കളി തന്നെ മികച്ച വിജയം സ്വന്തമാക്കി. മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിനാണ്. 82 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ബാറ്റിംഗിൽ മാത്രമല്ല ക്യാപ്റ്റൻസിയിലും സഞ്ജു മികച്ചു നിന്നു. ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ച ശേഷം ട്രെന്റ് ബോൾട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോൾട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുപോലത്തെ ഒരു ക്യാപ്റ്റൻസി ഞാൻ മറ്റൊരു ടീമിലും കണ്ടിട്ടില്ല. സഞ്ജു വളരെ ശാന്തനാണ്, പക്ഷെ അവന് നല്ല തന്ത്രങ്ങൾ മെനയാൻ വ്യക്തമായിട്ടറിയാം. ബൗളേഴ്സിനെ എങ്ങനെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അവന് കൃത്യമായി അറിയാം. ലക്നൌ ഇന്ന് അവസാനം കളി ജയിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ആ സമയത്ത് കൃത്യമായി സഞ്ജു ബൗളേഴ്സിനെ ചേഞ്ച് ചെയ്തു. ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആകണമെന്ന് സഞ്ജുവിന് കൃത്യമായി അറിയാം. സഞ്ജു കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞങ്ങൾ കളി ജയിക്കാൻ കാരണം അത് സഞ്ജു തന്നെയാണ്. സഞ്ജു ബാറ്റിംഗിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഇത്രയും മികച്ച കളി കാഴ്ചവെക്കുന്ന സഞ്ജു എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിലില്ല? അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നതെന്നും ട്രെന്റ് ബോൾട്ട് വ്യക്തമാക്കി. സഞ്ജുവിൻ്റെ പ്രതിഭ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ BCCIക്ക് സഞ്ജുവിന് വിലയില്ല. അതുകൊണ്ടാണ് താരത്തെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കാത്തത്. എങ്കിലും സഞ്ജു തളരാതെ മുന്നോട്ട് പോകുന്നുണ്ട്. സഞ്ജു എപ്പോഴും കോൺഫിഡൻസോടെ കളിക്കുന്നുണ്ട്. സഞ്ജുവിനറിയാം BCCI സഞ്ജുവിനെ എടുക്കില്ലെന്ന്. എങ്കിലും ബാറ്റിങ്ങിലൂടെ സഞ്ജു തൻ്റെ കഴിവ് വീണ്ടും തെളിയിച്ചു. സഞ്ജുവിന് ഇന്ന് സെഞ്ചുറി അടിക്കാമായിരുന്നു. അപ്പോഴേക്കും ഓവർ കഴിഞ്ഞു. സഞ്ജു പ്രതിഭയുള്ള കളിക്കാരനാണ്. അത് നമുക്ക് ഇന്നത്തെ ബാറ്റിൽ നിന്ന് വ്യക്തമാണ്. വളരെ വ്യത്യസ്തമായ ഷോട്ടാണ് സഞ്ജു പായിക്കുന്നത്. സിക്സറുകളെല്ലാം വളരെ അനായാസമായിട്ട് സഞ്ജു കളിക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ ഈ ബാറ്റിംഗ് രീതി തുടർന്നുള്ള മത്സരങ്ങളിലും കാഴ്ചവെച്ചാൽ സഞ്ജു ഉറപ്പായിട്ടും ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കും. ആദ്യ കളിയിൽ തന്നെ രാജസ്ഥാനെ ജയിപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചു. ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പ് നേടാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.